നല്ല ജീവനുള്ള പിടയ്ക്കുന്ന മീൻ ഈ തോട്ടിൽ നിന്ന് പിടിച്ച് തരുന്നതാണ്. നല്ല ഫ്രഷ് സാധനം, ജീവനുള്ളത്. കുറച്ചേ ഉള്ളൂ. അവിടെ ആളുകൾ വന്നിങ്ങനെ നിൽക്കും. അവർ വന്ന് ഇങ്ങനെ ലേലം വിളിക്കും. കച്ചവടക്കാരുണ്ട്, പിന്നെ വീട്ടിലാവശ്യത്തിന് വന്ന് മേടിക്കുന്നവരുണ്ട്. നല്ല ശാന്തസുന്ദരമായ സ്ഥലം. ഈ സ്ഥലമെന്ന് പറയുന്നത് ചേർത്തല തുറവൂർ പള്ളിത്തോടെന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടുത്തെ ചെറിയൊരു ലേലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു അത്യാവശ്യം വലിയൊരു ടാർപ്പയ്ക്കകത്ത് കുറേ ടൈപ്പ് മീൻ. കുറച്ച് പേരൊക്കെ എനിക്കറിയാം, കുറച്ചൊന്നും അറിഞ്ഞുകൂടാ. ഇതിപ്പോൾ നമ്മൾ മേടിച്ച മീനാണ്. സിലോപ്പിയും കരിമീനുമായിട്ട് ഞങ്ങൾ മേടിച്ച മീനാണ്. ഇത് ഞങ്ങളുടെ പപ്പയും അതെൻ്റെ മോനും മറ്റേ എൻ്റെ ചിറ്റപ്പനുമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പൊടി പൊടിക്കാൻ പോവുകയാണ്. കണ്ടോ, ഇങ്ങനെ ഈ ടാർപ്പയിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കും. നല്ല ജീവനുള്ളത് കണ്ടോ, ചെകിള അനങ്ങുന്നുണ്ടോ? നല്ല ജീവനുള്ള മീനാണ്. ഇങ്ങനെ നിരത്തി വെച്ചേക്കും. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വന്ന് ലേലം വിളിച്ചെടുക്കാം. അവിടെ ഒരു ലേലക്കാരൻ കാണും. ആ പുള്ളിക്കാരൻ ഓരോ കൂട്ടം ഇങ്ങനെ ലേലം പറയും. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വിളിച്ചെടുക്കാം. ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട് ആ തോടിൻ്റെ സൈഡിൽ തന്നെ. അപ്പോൾ ഇതാണ് ആ ജംഗ്ഷൻ. ചാവടി എന്നാണ് സ്ഥലത്തിന് പറയുന്നത് കറക്റ്റ് പ്രോപ്പർ. അപ്പോൾ ലേലം വിളി ഇപ്പം ഉടനെ തുടങ്ങും. ലേലക്കാരൻ വന്നിട്ടില്ല. പിന്നെ കൊഞ്ചുണ്ട്, സിലോപ്പി, കരിമീൻ, വേറെന്തൊക്കെ ഐറ്റം മീനുണ്ട്. അപ്പോൾ അമ്മച്ചിമാർ മീൻ എടുക്കാനായിട്ട് വന്ന് നിൽപ്പുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ അനുബന്ധമായിട്ട് ലോട്ടറി, ചെറിയ ചെറിയ മുറുക്കാൻ, അങ്ങനത്തെ എടുപിടി ഐറ്റംസൊക്കെ ഉണ്ട്. മീനൊക്കെ കണ്ടില്ലേ, നല്ല ജീവനോടുള്ള മീനാണ്. വിശ്വസിച്ച് നമുക്ക് കൊണ്ട് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാനിപ്പം യൂട്യൂബ് ചാനലിൽ ആഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണിത്. പിന്നെ ഞണ്ടുണ്ട്. ഈ കിടക്കുന്ന മീനും മിക്ക മീനും ജീവനുള്ളതാണ്. അവിടെ നിന്ന് തന്നെ അവർ പിടിച്ച് തരുന്നതാണ്. പിടിച്ച് ഇന്നൊരു സമയമുണ്ട്, രാവിലെ ഒരു 8 മണിയാകുമ്പോഴത്തേനും ഈ മീനുകളെല്ലാം ഈ ടാർപ്പയിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഓരോ സെക്ഷനായിട്ട് ചെറിയ ചെറിയ ഭാഗമായിട്ടാണ് കൊടുക്കുന്നത്. 250 രൂപ, 300 രൂപ, 130 രൂപ, 500 രൂപ, പല റേഞ്ചിനുള്ള മീനുകളുണ്ട്. നല്ല ഒരു അനുഭവമായിരുന്നു എനിക്ക്. ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാണ് ലേലക്കാര ചേട്ടൻ. പുള്ളിക്കാരൻ നമ്മുടെ ഒരു റിലേറ്റീവാണ്. പുള്ളിക്കാരൻ ലേലം വിളിച്ച് തകർക്കുകയാണ്. അപ്പം അമ്മച്ചിമാരെല്ലാം ലേലം വിളിക്കുക. അമ്മച്ചിമാർ വിട്ട് കൊടുക്കാതെ തകർത്ത് ലേലം വിളിക്കുക. ഈ അമ്മച്ചിമാർ ഈ മീനെടുത്ത് കൊണ്ടുപോയി അവർ കച്ചവടം ചെയ്യും. ഇവിടെ നിന്ന് പറഞ്ഞാൽ അമ്മച്ചിമാർ മുമ്പേ പൈസ കൊടുക്കണ്ട, ഇത് എഴുതി വെക്കത്തേ ഉള്ളൂ. ഇവർ കച്ചവടം കഴിഞ്ഞ് വന്നതിന് ശേഷം കൊടുത്താൽ മതി. പക്ഷെ അത് ഒരു നല്ലൊരു പരിപാടിയാണത്. ഒരു സൊസൈറ്റി അങ്ങനെ എന്തോ സംഭവമാണത്. ഓരോരുത്തരുടെ പേരെഴുതി എത്ര കൂട്ടം മീൻ എടുത്തിട്ടുണ്ട്. പുറം പാർട്ടിക്ക് കൊടുക്കത്തില്ല, അവിടെ സ്ഥിരമായിട്ടുള്ളവർക്ക് മാത്രം ഇങ്ങനെ മീൻ കൊടുക്കും. ഇവർ കച്ചവടം കഴിഞ്ഞ് ഒന്ന് പൈസ കൊടുത്താൽ മതി. അതൊരു എല്ലാ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തുള്ളൊരു ഇതാണ്. പിന്നെ പുറം പാർട്ടിക്കാർ വിളിക്കുകയെന്നുണ്ടെങ്കിൽ ക്യാഷ് അപ്പം തന്നെ കൈ കൊടുക്കണം. അപ്പോൾ ഇവരെല്ലാവരും മീൻ മേടിക്കാൻ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.